ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശ്വസിക്കുക. അപ്പം നമ്മളന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അയില നമ്മളൊന്ന് റോസ്റ്റല്ല, എന്താ പറയുക, വറ്റിക്കാന്നൊക്കെ പറയില്ല. നമുക്ക് എന്താ പറയാന്നുള്ള ആ രൂപത്തിലാണ് വരുന്നത്. അപ്പം നമ്മളതിൽ ഒരു 6 അയിലുണ്ട്. ഈ 6 അയില നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഇല്ല, ഒരു 2 മിനിറ്റ് നമ്മൾ നന്നാക്കും. ഫാസ്റ്റ് പണിക്കാരാണ്. എന്തൊക്കെയാണ് നോമ്പറന്ന വിശേഷങ്ങളൊക്കെയാണ്? നല്ല റാഹത്തല്ലേ? നമ്മൾ അതിലൂടെ തലണ്ട് എടുക്കുക. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുക്കുക. എന്നിട്ട് ഈ കറുത്ത ഭാഗം ഒഴിവാക്കാം. എന്താ നമ്മളൊരു മീൻ ഇട്ടി ഇവിടെ ഇന്ന് പറയും ഇത് കട്ട് ചെയ്തില്ല പറയും. കാരണം ആൾക്കാർ നല്ലത് കാണില്ല. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നല്ല കാര്യങ്ങളൊന്നും കാണാനും കയ്യിൽ കണ്ണുണ്ടാവില്ല. അതേസമയം നിങ്ങളുടെ കയ്യിൽ നെഗറ്റീവ് ഉണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ കാണാനുണ്ടാവും. മനസ്സിലായില്ല? അതാണ് മനുഷ്യന് വ്യത്യാസം. വേറെന്താണ്? അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടന്ന് കട്ട് ചെയ്യുക. നോമ്പ് 10 ആയില്ല. എത്ര പെട്ടെന്നാണ് നോമ്പ് പോയെന്ന് അറിയില്ല. നോമ്പിങ്ങൾ എവിടം വരെ എത്തി, ഖുറാനൊക്കെ ഓതി എവിടം വരെ എത്തി. അപ്പോൾ നമുക്ക് ഇതേപോലെ 3 അയില നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു കത്ര ഉണ്ടെങ്കിൽ മീൻ കട്ടിങ്ങൊക്കെ വളരെ സിമ്പിളാവും. പിന്നെ നമ്മൾ 1 മണിക്കൂർ അതിൻ്റെ ബാക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മീൻ കഴിഞ്ഞു. 4 മീൻ ഓൾറെഡി കഴിഞ്ഞു. നിങ്ങളൊരു കട നോക്കിയാൽ അടുത്തും കഴിഞ്ഞു. അടിപൊളി അയില കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു 8 അയിലേക്ക് റുപ്യ 600 100-130 ആയിട്ടുണ്ട് 8 പീസ് അയിലേക്ക്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മീൻ നല്ല വില ഉണ്ടായിരുന്നു. എത്രയും 3 മുതൽ 6. എവിടെ സമയം 2 മിനിറ്റ് ആയല്ലോ. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ 2 മിനിറ്റിൽ തീർക്കുന്ന പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം. ചെറിയ തീയിൽ വെക്ക്. അപ്പോൾ നമ്മളെ ഉണ്ടല്ലേ, കാണുന്നുണ്ടോന്നും അറിയില്ല. അപ്പോൾ 6-7 പണി കഴിഞ്ഞ് നമുക്ക് അടുത്ത പണിക്ക് നോക്കാം. അപ്പോൾ നമ്മളെ അയില റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, റോസ്റ്റല്ല, ഒരു അധികം മസാല ഇല്ലാണ്ട് ചെറിയൊരു ഐറ്റംസ് ഉണ്ടാക്കി പറഞ്ഞുതരാം. അപ്പോൾ ആ ഉള്ളി തക്കാളി അത്യാവശ്യം ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. 2 മീൻ പൊരിക്കും. 5 മീൻ നമുക്ക് ഇതേപോലെ പനമാലാക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി സവാളക്ക് റോസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് പുളി വെള്ളം വെച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പുറത്ത് നമുക്ക് കത്തിച്ചിട്ട് മീൻ പൊരിക്കാനുള്ളത് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയും കറിവേപ്പില കൊടുക്കാം. നമുക്കിനി ഇവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തീ കത്തിക്കും. ചെറിയ തീയിലൊക്കെ ഉണ്ടോ? അതിക്ക് ചൂടാവട്ടെ. നമ്മൾ കറിക്ക് ആദ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കാം. അപ്പം മീനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ചെറിയ തീയിൽ വെച്ചെടുക്കുക സ്റ്റാർട്ടിങ് അല്ല എന്നൊക്കെ എടുക്കണ്ട. ചെറിയ മീനൊക്കെ ഇതുപോലെ വെച്ചെടുക്കുക. വരക്കാം മസാല ഒക്കെ ഉള്ളി പോയി കെട്ടാടാ. എല്ലാവരും ഒരേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീനിവിടെ പൊരിക്കാൻ ഇട്ടേക്കുന്നു. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടേ അടച്ച് വെച്ചത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഏകദേശം റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം എന്താ പറയുക കറിയൊന്നും ഇല്ലാതെ നല്ല വറ്റിച്ചെടുത്തതാണ്. പിന്നെ ഇത് സ്പെഷ്യൽ